guys, welcome back to our YouTube channel. ഇവ കൊള്ളാല്ലേ ഷർട്ട്? യാ യു ഗെസ്റ്റ് ഇറ്റ് റൈറ്റ്. ഇത് പാച്ചുക്കൻ്റെ ഷർട്ട് തന്നെയാണ്. ഇപ്പോൾ പാച്ചുക്കൻ്റെ ഷർട്ടും ടീഷർട്ടൊക്കെ ഇടുന്നത് ഞാനാണ്. ഇപ്പം ഓവർ സൈസ്ഡ് ഷർട്ടിൻ്റെ ഒക്കെ കാലമല്ലേ, അപ്പോൾ എല്ലാം അടിച്ച് മാറ്റുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇന്നൊരു വെരി ലോങ് ഡേ ആണ്. ബിക്കോസ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കല്യാണം ഉണ്ട് രാവിലെ. അത് കഴിഞ്ഞിട്ട് 1-2 പരിപാടീസ് ഉണ്ട്. ഇന്നലെ നൈറ്റ് പുള്ളിക്കാരിയുടെ പ്രീ വെഡ്ഡിങ് ഫങ്ഷൻ ഉണ്ടായിരുന്നു. ഇന്നലെ ഞങ്ങൾ നൈറ്റ് അറ്റൻഡ് ചെയ്തായിരുന്നു. ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്തൊരു ഫങ്ഷനാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പാച്ചുക്കിക്ക് ഒരു കുർത്തി എടുക്കാൻ വേണ്ടി, ഇന്നത്തേക്ക് ഇടാൻ വേണ്ടി ഒരു കുർത്തി എടുക്കാൻ വേണ്ടി ലുലു കയറിയപ്പോഴത്തേക്കും അഫ്കോഴ്സ് സിനിമ കാണാമെന്ന് വിചാരിച്ചു. റെട്രോ മൂവി ഇറങ്ങിയിട്ടുണ്ടല്ലോ, ഇപ്പോൾ റെട്രോ മൂവി കാണാൻ വേണ്ടി ഞങ്ങൾ കയറി. പക്ഷെ വലിയൊരു അബദ്ധമായിരുന്നു എന്ന് തോന്നുന്നു. ബിക്കോസ് നല്ല ലേറ്റ് ആയത് കഴിഞ്ഞപ്പം ഓൾമോസ്റ്റ് 1 o'clock ആയി. നല്ല ടയേർഡായി. പാച്ചക്കത് ഇപ്പോഴും ഉറക്കമാണ്. ഞാനാണ് ആദ്യം എണീറ്റ് റെഡി ആവാനുണ്ടല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് റെഡി ആയിട്ട് ലാസ്റ്റ് 10 മിനിറ്റ് ആകുമ്പോഴത്തേക്കും എന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ. പക്ഷേ ഇന്നലെ ആ മൂവി കണ്ടപ്പോൾ മറ്റേ ആ സോങ് ഉണ്ടല്ലോ, സോറി പാടാമെന്ന് അറിഞ്ഞൂടാ, ആ മൂവിയുടെ റീൽ എടുക്കാമെന്ന് പറഞ്ഞു. ലൈക്ക് ഓക്കെ ഫൈൻ, നമുക്ക് എടുക്കാം. അത് ട്രാൻസാക്ഷൻ പോലെ ആദ്യം റെഡി ആവുന്ന മുന്നേ, അത് കഴിഞ്ഞിട്ട് റെഡി ആയിട്ട ശേഷം. അപ്പം റെഡി ആവുന്ന മുന്നേ വിളിച്ച് എണീപ്പിക്കണമല്ലോ റീലെടുക്കാൻ. എണീക്കുമെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. അതിന് മുന്നേ നമുക്കൊന്ന് ഫേസ് ഒരു ഭയങ്കര ഡള്ളായിട്ടിരിക്കുന്നു, ഒന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം അല്ലേ? എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഏത് ഫേസ് വാഷാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന്. ആൻഡ് ദാറ്റ്സ് റൈറ്റ്, ഹിമാലയ ബ്രൈറ്റനിങ് വിറ്റാമിൻ സി ഫേസ് വാഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എൻ്റെ ഈ ഡൾ സ്കിന്നിന് ഒരു നാച്ചുറൽ വിറ്റാമിൻ സി ബൂസ്റ്റ് കൊടുക്കാനാണ് ഞാൻ ഈ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ആപ്ലിക്കേഷനും റിസൾട്ടും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഈ ഫേസ് വാഷ് നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഡ്രൈ ആക്കാതെയും ഒരു നാച്ചുറൽ വിറ്റാമിൻ സി ബൂസ്റ്റ് കൊടുത്തുകൊണ്ട് നമ്മുടെ സ്കിന്നിനെ ക്ലെൻസ് ചെയ്യും. ഇതിലെ നാച്ചുറൽ സെല്ലുലോസ് ബീഡ്സ് നമ്മുടെ സ്കിന്നിലെ ഡെഡ് ഇംപ്യൂരിറ്റീസ് റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ച് എമൗണ്ട് ഓഫ് ഫേസ് വാഷ് എടുത്തിട്ട് നമ്മൾ ഫേസിൽ ഇതേപോലെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇതേപോലെ സർക്കുലർ മോഷനിൽ റബ്ബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് വാഷ് ചെയ്തിട്ട് ആൻഡ് യൂസിങ് എ ടവൽ പാറ്റ് ഇറ്റ് ഓഫ്. ഇത് ബ്രൈറ്റനിങ് വിറ്റാമിൻ സി ഓറഞ്ച് ഫേസ് വാഷ് ആണ്. ഇതിന് 3 വേരിയൻസ് വരുന്നുണ്ട്: ഓറഞ്ച്, ബ്ലൂബെറി ആൻഡ് സ്ട്രോബെറി. ആസ് യു ഗൈസ് ക്യാൻ സി, എൻ്റെ സ്കിൻ ഒട്ടും ഡ്രൈ ആക്കാതെ ഒരു നാച്ചുറൽ വിറ്റാമിൻ സി ബൂസ്റ്റാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഈ പ്രോഡക്റ്റ് എവിടെ നിന്ന് പർച്ചേസ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക അല്ലെങ്കിൽ ഹിമാലയയുടെ വെബ്സൈറ്റിലും ആപ്പിലും ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് പോയി പർച്ചേസ് ചെയ്യാം. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇനി നമ്മൾ പറഞ്ഞ റീൽ എടുക്കാൻ വേണ്ടി നമ്മൾ സാറൊന്ന് എണിപ്പിച്ച് നോക്കാം. ഓക്കെ, ഹലോ ഗുഡ് മോർണിംഗ്. നമുക്ക് മറ്റേ സോങ്ങിന് റീൽ എടുക്കണ്ടേ? ബാ, മറ്റേ ട്രാൻസാക്ഷൻ പോലെയല്ലേ എടുക്കണേ? അപ്പം ഞാൻ റെഡി ആവുന്ന മുന്നേ നമുക്ക് എടുക്കണ്ടേ? അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ റെഡി ആവാൻ പോവാണോ? എനിക്ക് എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് പറ ബേബേ. എനിക്ക് എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ്. ഉറക്കത്തിലും ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഉറങ്ങി എണീച്ചു കേട്ടോ. താങ്ക് യു. പൊണ്ടാട്ടി വാലിന് തീ പിടിച്ച പോലെ ഓടുന്നുണ്ട് റെഡി ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ടയർഡായിരുന്നു. ഇന്നലെ കുറച്ച് ലേറ്റായി ഉറങ്ങാൻ. ഇന്നലെയും ഫങ്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ബാക്കി റെഡിയായിട്ട് കല്യാണത്തിനൊക്കെ പോകാനുള്ള ഒരുക്കത്തിലാണ്. എന്തായാലും പോകെ ഓരോരോ പരിപാടീസുകളായി കാണിക്കാം. ഓക്കെ, റെഡി ആകാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ്. എൻ്റെ ഒരു റോസ് കളർ ഒരു ഹീൽസ് ഇല്ലേ, അത് തപ്പി പിടിച്ചു തരും. തപ്പി പിടിക്കാനോ? അത് എവിടെയോ പാക്ക് ചെയ്ത് വെച്ചിരിക്കാൻ മറന്നു. പിന്നെ വേറെ പണിയൊന്നുമില്ലല്ലോ ഇവിടെ.
ഞാൻ റെഡി ആവുന്നുണ്ട്. എൻ്റെ അടുത്ത് എന്ത് പറഞ്ഞേ? എല്ലാം കഴിഞ്ഞിട്ട് അവസാനം വിളിക്കാനല്ലേ? ഓക്കെ ഗൈസ്, അപ്പോൾ കൂടുതലൊന്നും പറയണില്ല, കാണാം. അപ്പം ഞാനും ഇത് ഹാഫ് വേ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ചും കൂടി റെഡി ആവാനുണ്ട്. അങ്ങനെ ഞങ്ങൾ റെഡിയായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ രാവിലെ ഹൈഡ് ആൻഡ് സീക്ക് കഴിക്കുകയാണ്. ബിക്കോസ് എനിക്ക് പിക്ചർ ലേറ്റായി, പിന്നെ അങ്ങോട്ടേക്ക് എത്താൻ താമസമാവും. സോ ഇവിടെ അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. സോ ഇന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഹൈഡ് ആൻഡ് സീക്ക് ആക്കി. അത് കഴിഞ്ഞിട്ട് എടുക്കാൻ വെച്ചിരുന്ന റീല് ഞങ്ങൾ എടുത്തു ഗൈസ്. അതിന് എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതെ, ഈ സമയം പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാണോ അല്ലേ? അങ്ങനെ രാവിലത്തെ ബഹളമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതേ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറെ പരിപാടീസൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് മുമ്പേ ഞങ്ങൾ പറയുന്നില്ല, നടക്കുമ്പോൾ കാണിച്ചാണ്. കാരണം പറഞ്ഞ എന്തെങ്കിലും സംഭവം നടന്നില്ലെങ്കിൽ പിന്നെ അതെന്തായിന്ന് നിങ്ങൾ ചോദിച്ചാൽ നമുക്ക് ആൻസർ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് പ്ലാൻ വൈസ് നടക്കുമ്പോൾ ഞങ്ങൾ അറിയിക്കുന്നതാണ്. ഓക്കെ, ഇനി ബാക്കി നമുക്ക് പോകുന്ന വഴിക്ക് കാണാം. ഓക്കെ, ബൈ ഗൈസ്. നല്ല അടിപൊളി സദ്യ ഉണ്ട്. കൊണ്ടാട്ടി സദ്യ തട്ടി വിഴുങ്ങിയാണ് ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മൾ കല്യാണത്തിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി വൻ ടയേർഡായി, ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ ഒരു ലൈം സോഡ കുടിക്കാമെന്ന് വിചാരിച്ചത് ഇവിടെ നിന്ന് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പിന്നെ ഇന്ന് നമ്മൾ ഈ ലൈം സോഡ കുടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പ്രത്യേക മൊമെൻറ്റിലാണ്. ആക്ച്വലി എന്താണെന്ന് വെച്ചെങ്കിൽ ഇവളുടെ ഗ്രാൻഡ് പാരൻസ്, അതായത് അച്ചാച്ചനും ഇവളെ കാണണമെന്നും പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അതും അച്ചാച്ചനും അമ്മച്ചനും അമ്മച്ചയും കണ്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാമെന്നും വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അവർക്ക് ഒരു കുഞ്ഞു ഗിഫ്റ്റും ഇവൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊടുക്കുമ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് ഗൈസ്. അപ്പം അച്ചാച്ചനും അമ്മച്ചിനെ മീറ്റ് ചെയ്തിട്ട് ഞങ്ങളുടെ പോവാണ്. ഒരുപാട് സന്തോഷമായി. അവരും ഹാപ്പി, ഞാനും ഹാപ്പി. കുറേ നേരം സംസാരിച്ചു, കുറേ നേരം സ്പെൻഡ് ചെയ്തു. എക്സൈറ്റ്മെന്റ് കൊണ്ട് എല്ലാം കഴിഞ്ഞു പോകും. വളരെ എന്താ പറയുക, ഒരു ഹാപ്പി മൊമെന്റ് തന്നെയാണ്. ഗ്രാൻഡ് പാരൻസ് വരിക, സംസാരിക്കുക, ബ്ലെസ് ചെയ്യുക, എല്ലാ മൊമെന്റും സ്പെഷ്യൽ തന്നെയാണ്. ഇപ്പോൾ ഗ്രാൻഡ് പാരൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും ചോദിക്കും, അപ്പോൾ പാരൻസോ ചോദിക്കും. ദയവ് ചെയ്ത് ചോദിക്കരുത്. എല്ലാം ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇൻഷാ അല്ലാഹ് എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടെന്ന് പറയണം. ഓക്കെ, അപ്പം ഞങ്ങളുടെ നെക്സ്റ്റ് പ്ലാനാണ് ഇനി നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വരുന്നത്. വേറൊന്നുമില്ല, ഞങ്ങൾ മീഡിയണ്ടിലും ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരുപാട് സ്നേഹവും സപ്പോർട്ടും തന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരോടും തിരിച്ച് നന്ദിയും പറഞ്ഞുകൊണ്ടിരുന്ന ഈ അടുത്ത കാലത്തൊന്നും തീരൂല, അത്രയും ആൾക്കാരുണ്ട്. എന്നാൽ ഇന്ന് അതിൽ ചില ആൾക്കാരെ മീറ്റ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ കിട്ടി. അതായത് ഞങ്ങളുടെ ഭയങ്കരത്തിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾ കൂടെ നിന്ന ചില ആൾക്കാരിൽ കുറച്ച് ആൾക്കാർ ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്, ട്രിവാൻഡ്രത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെ ഞങ്ങൾ അതിലൊരാൾ ഞങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് ഞങ്ങളിപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ബാക്കിയുള്ളവർക്കൊന്നും അറിയില്ല ഞങ്ങൾ ഇന്ന് അവിടെ വരുന്നുണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു സർപ്രൈസ് പോലെ അവിടെ ചെന്നിട്ട് അവരൊക്കെ കാണാം.
കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാന്നുള്ള പ്ലാനിലാണ് ഇപ്പൊ പോകുന്നത്. അപ്പൊ അങ്ങനെ എല്ലാരും മിക്ക ഫാൻ ഗ്രൂപ്പ്സിലെ അഡ്മിൻസ് ആണ് ഇവരെല്ലാം ഞങ്ങളുടെ പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടും സ്നേഹവും തന്ന പല പേജസും ഉണ്ട് ഇൻസ്റ്റയിൽ. അതിൽ സത്യം പറഞ്ഞാൽ ആരൊക്കെയാണ് ആരുടെയൊക്കെ പേജാണെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. ഇന്ന് പോയിട്ട് വേണം ആരൊക്കെയാണ് ഏതൊക്കെയാണ് അഡ്മിൻ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞങ്ങൾക്ക് ഇത്രയും സ്നേഹവും സപ്പോർട്ട് തന്ന അവർക്ക് അതായത് ആക്ച്വലി ഇത് എന്താന്ന് വെച്ചെങ്കിൽ ഈ ഞങ്ങളുടെ എന്താണ് ഏതോ ഒരു സിനിമയിലുള്ള ആക്ച്വലി എന്താന്ന് വെച്ചാൽ ഇത് ഞങ്ങളെ കാണാൻ വേണ്ടിട്ട് വന്നതല്ല. ഇത് ഇവര് തന്നെ ഒരു ഫ്രണ്ട്സ് മീറ്റ് ആണ്. ഈ ഫ്രണ്ട്സ് മീറ്റ് എന്ന് വെച്ചെങ്കിൽ ഈ മെഡി രണ്ടിലും ത്രൂ ഫാൻസ് ഒക്കെ ആയിട്ട് ഫാൻ പേജസ് ഒക്കെ ഉണ്ടാക്കി അപ്പറിപ്പുറം പരിചയപ്പെട്ട് അവര് തന്നെ ഒരു ഫ്രണ്ട്സ് അവർ തന്നെ കുറെ ആൾക്കാർ അപ്പറിപ്പുറം നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയി. അവരുടെ മീറ്റ് ആണ് ആക്ച്വലി. അതിലേക്ക് ഞങ്ങൾ കാരണമാണ് അവർ ഫ്രണ്ട്സ് ആയത്, അവർ കാരണമാണ് ഞങ്ങൾ ഹിറ്റ് ആയത്. അങ്ങനെ ഇതൊരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. അപ്പൊ ഞങ്ങളെ ഹിറ്റാക്കി അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് സ്നേഹം തന്ന അവർ കൂടുമ്പോൾ അവരുടെ കൂടെ കൂടാൻ വേണ്ടി ഞങ്ങളും പോവാണ്. അതാണ് സംഭവം. ഓക്കെ, അപ്പം എന്താണ് അവിടെ കഴിക്കുന്ന ഒരു ഡിഷാണ്. ഞങ്ങൾ അവിടെ എത്താറായി ഗൈസ്. അതിനു മുന്നേ അവർക്കൊരു സ്നേഹസമ്മാനായിട്ട് കൊണ്ടാട്ടിക്ക് ഒരു പ്ലാൻ എന്താണ് ലൈക്ക് ഒന്നുമില്ല, ഒരു ഓൾമോസ്റ്റ് 10 people ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അവർക്കൊക്കെ ചോക്ലേറ്റും പിന്നെ ഒരു ഹാൻഡ് റിട്ടൺ നോട്ടും ഞാൻ കൊടുക്കാൻ പോവാണ്. അതിനായിട്ട് ഞാൻ വീട്ടിൽ നിന്ന് പേപ്പറ്, പെന്ന്, പിന്നെ സെലോ ടേപ്പ് ഉണ്ട്. പക്ഷേ സൂപ്പർ മാർക്കറ്റ് എവിടെയും കാണില്ല. അപ്പോൾ അതാണ് പെട്ടിരിക്കുന്നത്. റൗണ്ട് അടിക്കുന്ന കുറേ സമയം. അപ്പോൾ ഇനി ഞങ്ങൾ ആ ചോക്ലേറ്റ് ഒക്കെ വാങ്ങി അതൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ കാണിച്ചത്. ഓക്കെ ഗായ്സ്, അപ്പോൾ അങ്ങനെ ഇതാ കൊണ്ടാട്ടി അവർക്കുള്ള ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങി വന്നിട്ടുണ്ട്. ശരിയെന്നാ, ഇപ്പോൾ ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങി വന്നിട്ടുണ്ട്. അപ്പം റൈറ്റിംഗ് പരിപാടിയിലേക്ക് കിടക്കുകയാണ്. എന്താണ് നമ്മൾ എഴുതണത്? നമ്മളെപ്പോഴും പറയാറുണ്ട് താങ്ക് യു ഫോർ ദി ലവ് ആൻഡ് സപ്പോർട്ട് മിസ്റ്റർ ആൻഡ് മിസ്സസ് സൽമാൻ. ഓക്കെ, ഗോ ഓൺ. ഓക്കെ ഗൈസ്, അപ്പം ഞങ്ങളുടെ ചോക്ലേറ്റ് സെറ്റ് റെഡി ആക്കിയിട്ടുണ്ട്. അവരെ പോയി ബീറ്റ് ചെയ്യാം നമുക്ക്. അപ്പൊ നമുക്ക് പോയി. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഏകദേശം അവർക്ക് അറിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഞങ്ങൾ വരുന്നത്. അതുകൊണ്ട് എത്രത്തോളം സർപ്രൈസ് ആവും അറിയില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ സർപ്രൈസ് ആവുമെന്ന് അറിയില്ല. ഹലോ, ഹായ് 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 ഹായ്, ഹൗ ആർ യു? All well. All good. Hi. അപ്പൊ എന്തായാലും നിങ്ങളെ കാണാനല്ല, ഒരു ബ്ലോഗിലും കൂടി അങ്ങോട്ട് ആഡ് ചെയ്യാന്ന് വിചാരിച്ച്. ഇത് പക്ഷെ ഞങ്ങൾ ഇടും, വീട്ടുകാരറിയും. ഒയ്യോ, കണ്ട, ഇതാണ് നമ്മുടെ സപ്പോർട്ട് സ്നേഹം. മനസ്സിലായില്ലേ?
എല്ലാരെയും കാണാം. നമുക്ക് പ്ലാൻ ചെയ്ത് ഒന്ന് അടിപൊളിയായിട്ട് ഒന്നും കൂടി ചെയ്യാം. 50th ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ. പക്ഷെ ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ. ഇവരൊക്കെ ഗ്രൂപ്പ്, ഞങ്ങളുടെ ഫാൻ ഗ്രൂപ്പ്സിലെ മെമ്പേഴ്സ് ആണ്. ഓരോ ആൾക്കാർ മെമ്പേഴ്സ് അല്ല, അഡ്മിൻസ് സോറി അഡ്മിൻസ് ആണ്. ഓക്കെ. അപ്പൊ ഇന്ന് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡേ ആണ്. വൈ ബിക്കോസ് എല്ലാവരെയും കാണാൻ പറ്റിയതിലും പിന്നെ ഇന്നൊരു 50th ബർത്ത്ഡേ സെലിബ്രേഷനും കൂടിയുണ്ട്. അപ്പൊ എങ്ങനെ എല്ലാം ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? അപ്പൊ കട്ട് ചെയ്യല്ലേ? മെയിൻ ആൾക്കാർ നിങ്ങളുടെ ഫ്രണ്ടിൽ നിങ്ങൾ ബാക്കിൽ നിൽക്കല്ലേ? ജെന്യുവൻ ഫാൻസ് ആണ് ഇവര്. തിരിച്ച് ഓക്കെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പോൾ ഞങ്ങളോട് ഇത്രയും സ്നേഹവും സപ്പോർട്ടും കാണിച്ച നിങ്ങളടുത്ത് എന്ത് ചെയ്താലാണ് മതിയാവാന്നറിയില്ല. കാരണം തീർച്ചയായിട്ടും ഒരു സീരിയലിൻ്റെ അല്ലെങ്കിൽ ഒരു ആക്ടറിൻ്റെ ഒരു ആക്ട്രസിൻ്റെ ഒക്കെ സക്സസ് എന്ന് പറയുന്നത് നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹം തന്നെയാണ് എപ്പോഴും. അപ്പോൾ അതിന് ഞങ്ങളൊരു ഇമ്മീഡിയറ്റ് പ്ലാൻ ആയിരുന്നല്ലോ നിങ്ങളെ കാണാൻ. ഞങ്ങളും ഒരു പ്രീ പ്ലാൻഡ് ആയിരുന്നില്ല, നിങ്ങളും പ്രീ പ്ലാൻഡ് ആയിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഒരു ഇമ്മീഡിയറ്റ് ഈ കുഞ്ഞു സമയത്ത് ഇവളുടെ തലയിൽ ഉദിച്ച ഒരു കുഞ്ഞ് ഐഡിയയിൽ ഇവിടെ നിങ്ങൾക്കൊക്കെ തരാൻ ഒരു കുഞ്ഞു ടോക്കൺ ഓഫ് ലവ് ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഒന്നോട്ടെ. ഇതെന്താ അതിൻ്റെ ഇടയിൽ? അയ്യോ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. അയ്യോ, എല്ലാവരും നിൽക്കും, എല്ലാവരും നിൽക്കും. അയ്യോ, താങ്ക് യു സോ മച്ച്. താങ്ക് യു, താങ്ക് യു. എപ്പോഴും അന്ന് ഇന്നും എപ്പോഴും എന്താ പറയാ, സ്നേഹം കൊണ്ട് തോൽപ്പിച്ച് കളഞ്ഞ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഞങ്ങൾ അറേഞ്ച് ചെയ്ത് കുഞ്ഞു ഗിഫ്റ്റ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അയ്യോ, അപ്പം അങ്ങനെ ഞങ്ങൾ പിന്നെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. എന്താ പറയുക, ഭയങ്കര ഒരു ഹാപ്പി മൊമെൻ്റ് ആണ്. കാരണം ഇത്രയധികം സ്നേഹിക്കാൻ ആൾക്കാർ, സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ, അതും ഒരു ബന്ധമില്ലാഞ്ഞിട്ട് ഞങ്ങൾ ചെയ്ത ക്യാരക്ടേഴ്സിനെ ഇഷ്ടപ്പെട്ട് ആ ഇഷ്ടം ഞങ്ങളിലേക്ക് വന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ അവർക്കൊരു എന്താണ് ഒരു ഫ്രണ്ട് ഗ്രൂപ്പ്സ് ആയി. കാരണം ഇവരൊക്കെയും ഇപ്പൊ കണ്ട അത്രയും ആൾക്കാർ സീരിയലിനും വേണ്ടിയിട്ട് കമന്റ് ഇട്ട് കണക്ട് ആയിട്ട് പിന്നെ ആ ഫ്രണ്ട്ഷിപ്പ് പുറത്തേക്ക് വളർന്നതാണ്. അപ്പൊ അങ്ങനെ എന്താ പറയുക, ഒരു പ്രൊജക്റ്റ് കൊണ്ട് നമുക്കും ഒരു ലൈഫ്, നമുക്കും ലൈഫായി, അവർക്കൊരു ഫ്രണ്ട് സർക്കിളായി. അതും ഭയങ്കരത്തിൽ ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ ചെയ്യുന്ന ഒരു ഫ്രണ്ട് സർക്കിൾ. ഭയങ്കര ഹാപ്പി ആയിട്ടോ കണ്ടിട്ട്. സോ ടോട്ടലി മിഡി രണ്ടിലും വാസ് എ പ്യോർ ജം. താങ്ക് യു. എന്താ പറയാ. അവരുടെ വക ഞങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് നേരത്തെ കണ്ട പോലെ ഒരു വലിയൊരു ഗിഫ്റ്റ്. ഇത് വീട്ടിലെത്തിയിട്ട് തുറക്കാനുള്ള ക്ഷമയില്ല പൊണ്ടാട്ടിക്ക്. അതുകൊണ്ട് വഴിയിൽ തന്നെ വണ്ടി നിർത്തിയിട്ടിട്ട് ഓപ്പൺ ചെയ്യാണ്. ഓക്കെ, അപ്പൊ എന്താണ് നമുക്കൊന്ന് കാണാം. അവര് പറഞ്ഞു ആക്ച്വലി നമ്മള് വരുന്നത് അവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മൈക്ക് എടുത്തില്ലായിരുന്നു. അപ്പൊ അവര് സഡൻ ആയിട്ട് പ്ലാൻ ചെയ്ത് വാങ്ങിയതാണ്. ഞങ്ങള് വാങ്ങിയ പോലെ തന്നെ. ഞങ്ങള് അത്രയും ഒരു കുഞ്ഞു ചോക്ലേറ്റ് അഡ്ജസ്റ്റ് പിന്നെ അറേഞ്ച് ചെയ്തുള്ളൂ. പക്ഷെ അവർ ഇത്രയും വലിയൊരു ഗിഫ്റ്റ് ഇത്രയും ഷോർട്ട് ടൈമിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വാങ്ങി വെയിറ്റ് ചെയ്യാന്നൊക്കെ പറയണത് താങ്ക് യു സോ മച്ച്. വേറെ എന്ത് പറയാൻ. കുറേ നേരം നമ്മൾ സ്പെൻഡ് ചെയ്ത് അവരോട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഓരോ കഥകളും ഹൗ ദേ വർ റിയാക്ടിങ് ടു അവർ സീരിയൽ, നമ്മൾ കോംബോ, അവർ എത്രത്തോളം അതിൽ ഇൻവെസ്റ്റഡ് ആയിരുന്നു, എല്ലാം ഭയങ്കര ഇതായിരുന്നു. അവരുടെ എഫേർട്സും ഒക്കെ. ഇത് വലിയ ഫാൻ ഗ്രൂപ്പ്സിൽ കുറച്ച് ആൾക്കാർ അതെ കുറെ ആൾക്കാർക്ക് പല സ്ഥലത്തായതുകൊണ്ട്
പിന്നെ എത്താൻ പറ്റിയില്ല. ഇനിയും ഒരുപാട് ആൾക്കാരുണ്ട്, വന്നവർക്കും വരാനിരുന്നവർക്കും വരാൻ പറ്റാത്തവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇതൊരു ഡൈനിങ് സെറ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് എൻ്റെ ഗിഫ്റ്റ് ഇത്, എൻ്റെ കിച്ചണിലേക്കുള്ള ഗിഫ്റ്റ് ഇത് ഗൈസ്. ഇതാണ് സാധനം. എനിക്ക് തോന്നുന്നു നീ ഇങ്ങനത്തെ ഒരു സെറ്റ് വാങ്ങണമെന്നും പറഞ്ഞിരിക്കുന്നു തോന്നുന്നു. എവിടുന്നോ കണ്ടിട്ട്, ഓൺലൈനിൽ എവിടെയോ കണ്ടിട്ട്. എന്താ നോക്ക്, പക്ക ടൈമിങ്, പക്ക സാധനവും. സോ ഗുഡ്. താങ്ക് യു സോ മച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇനി ഞങ്ങളുടെ നെക്സ്റ്റ് പരിപാടി ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് സ്വിമ്മിങ് ആണ്. ഞങ്ങൾ നേരെ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലേക്ക് പോയിട്ട്, അതായത് നമ്മുടെ ഇവിടെ ഗ്രീൻഫീൽഡിൽ പോയിട്ട് ഒന്ന് നീന്തി കുളിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇനി നെക്സ്റ്റ് ഓക്കെ. അപ്പം നല്ല ടയേർഡായി, വീട്ടിൽ പോയിട്ട് പോവാല്ലേ? വീട്ടിൽ പോയി ഇതൊക്കെ ഒന്ന് മാറ്റിട്ട് പോവൊക്കെ. ഓക്കെ, അപ്പൊ കാണാം. ബൈ ഗൈസ്. പിന്നെ പറയാൻ മറന്ന വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഈ ഗിഫ്റ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാർട്ടാണ് ആസ് യൂഷ്വൽ താങ്ക് യു. ഒരു ലോങ് ടയേർഡ് ഡേ കഴിഞ്ഞിട്ട് ഞാൻ കാറ്റ് കൊള്ളുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിലത്തെ കച്ചറക്കാരുണ്ട്. ഇറ്റ് ഇസ് ദി ഒരു രാവിലെ എന്താണ് കല്യാണത്തിന് പോകുന്ന ഒരു സാധാരണ വീട്ടിലെ അവസ്ഥയൊക്കെ തന്നെയാണ് ഇവിടെയും. അത് വേറെ, പക്ഷെ എന്താ കാറ്റ്, ഗോൾഡൻ അവർ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഞാൻ വള വെക്കൂരി, പക്ഷേ ഈ ഒരൊറ്റ വള ഊരി ഞാൻ മറന്നുപോയി. എൻ്റെ ഈ നെക്ലേസ് സിഗ്നേച്ചർ ബൈ AR എന്ന് പറഞ്ഞ് നമ്മുടെ അശ്വതി ചേച്ചിയുടെ കളക്ഷനാണ്. നല്ല ഭംഗിയുണ്ട്. കുറേ ആൾക്കാർ ഭയങ്കര നൈസ് മാൻ എന്നൊക്കെ പറഞ്ഞു. എൻ്റെ ടീച്ചേഴ്സൊക്കെ കണ്ടായിരുന്നു. അപ്പം എൻ്റെ ടീച്ചേഴ്സ് പറഞ്ഞ് നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞു. വാവ്, വാട്ട് എ കട്ട്. അവിടെ ഒരാൾ IPL മാച്ചൊക്കെ ഇട്ട്, ഞങ്ങൾ സ്വിമ്മിങ്ങിൽ പോകുന്നുണ്ട്, ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം ഒന്ന് ഫ്രഷ് ആയിട്ട് പോകാമെന്ന് വിചാരിച്ച് അവിടെ IPL മാച്ച് ഇട്ടിട്ട് ഒരാൾ Dominant left-handers for the Royals. ഇപ്പോഴത്തെ ഭയങ്കര ക്രേസാണ് കോട്ടിക്കോണം മാങ്ങ എന്ന് പറഞ്ഞിട്ട്. എവിടെ മാങ്ങ കണ്ടാലും അവിടെ പെട്ടെന്ന് വേണ്ടി മാങ്ങ. എനിക്ക് മാങ്ങയോട് വലിയ ക്രേസ് ഇല്ല. പശുക്കിൻ്റെ അത്രയൊന്നുമില്ല. പശുക്ക് മാങ്ങ കിട്ടി പിന്നെ അതും മതി. എനിക്കാണെങ്കിൽ ടയർഡായിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി. ഇവിടെ വന്നാൽ പാടെ ഫുൾ മാംഗോ പീൽ ഓഫ് ചെയ്തിട്ട് കട്ട് ചെയ്ത് തന്നെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് പോയി ഫ്രഷ് ആയിട്ട് ഒരു നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് 15 minutes മാക്സിമം റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങളിതേ നീന്താൻ പോവാണ് ഗൈസ്. അങ്ങനെ നമ്മൾ സാർ നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി നമ്മളിതേ സ്വിമ്മിങ്ങിന് പോവാണ്. ക്ഷീണം വിട്ട് പോണില്ല, ഉറക്കം വരുന്നതിന് പോയി നീന്തി സെറ്റാക്കാൻ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പോയി നീന്തിയിട്ട് വരാം ഗൈസ്. കുറെ നേരം കൊണ്ട് പറഞ്ഞോണ്ടിരിക്കാം സ്വിമ്മിങ് ചെയ്തിട്ട് ചായ കുടിക്കാൻ പോവാം, കുഴിമന്തി കഴിക്കാൻ പോവാം. ഞാൻ നിന്നെ പരീക്ഷിച്ച് നോക്കിയതാ. അങ്ങനെ ഇതാ വെള്ളം കൊള്ളാൻ പോവാണ് ഗൈസ്. ഓക്കെ, ഞങ്ങൾ സ്വിമ്മിങ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവാം. എനിക്ക് സ്വിമ്മിങ് അറിയില്ല, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ യാ ഓക്കെ. ഇനിയിപ്പോൾ നെക്സ്റ്റ് എന്താ പ്ലാൻ എന്നുള്ള പ്ലാനൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് സെറ്റായിട്ട് പ്ലാൻ ചെയ്യാം. വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ ആഡ് ചെയ്യും, അല്ലെങ്കിൽ ഇതായിരിക്കും ഇന്നത്തെ ലാസ്റ്റ് ആക്ടിവിറ്റി ഓഫ് ദി ഡേ. ഇനി പോയി റെസ്റ്റ് പരിപാടീസൊക്കെയാണ്. അപ്പോൾ എനിവേ നോക്കാമല്ലേ, വേറെ പ്ലാൻ ഉണ്ടോ ഇല്ലയോ നോക്കിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ബൈ ഗൈസ്.